ശരിക്കും 403 എന്നുള്ള ഒരു റൺസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ തുടക്കം അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ. കാരണം 52 റൺസ് ആയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. നമ്മുടെ റഹ്മാനുള്ള ഗുർബാസ് അത്യാവശ്യം അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 33 ബോളിൽ 41 റൺസ് എടുത്തിട്ട് കുഴപ്പമില്ലാണ്ട് പോയപ്പോഴാണ് ആളുടെ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. അതിനുശേഷമാണെങ്കിലും ആർക്കും ഒരു വലിയൊരു റേഞ്ചിലോട്ട് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ആ ഒരു ചേസിംഗിൽ വീണുപോയത്, അല്ലെങ്കിൽ ആ ഒരു 170 റൺസിന്റെ ബിഗ് ലോസ്റ്റിലോട്ട് പോയതെന്ന് പറയാം. കുറച്ചെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബാറ്റിംഗിൽ പിടിച്ചത് നമ്മൾ സിദ്ദിഖുള്ള അത്തൽ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. 50 ബോൾ 42 റൺസ്. അതുപോലെ തന്നെ ഒറ്റയാൾ പോരാട്ടമായിട്ട് അവസാനം വരെ നിന്നിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു റമത് ഷാ. 89 ബോളിൽ 79 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ബൗളേഴ്സിൽ എടുത്ത് നോക്കിയാൽ നമ്മൾ ഹർഷദീപ് സിംഗ് അത്യാവശ്യം നല്ലൊരു എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹർഷദീപ് സിംഗിനെ കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗുർനൂർ ബ്രാറും 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻസ് യാദവ് ആദ്യത്തെ വൺഡേ ഇന്റർനാഷണൽ കളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര മോശമാക്കാണ്ട് തന്നെയാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വിക്കറ്റ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കളിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശുഭ്മൻ ഗില്ലിന്റെ ആ ഒരു കിട്ടിലൻ 150+ സ്കോർ, അതുപോലെ ഇഷാൻ കിഷന്റെ ആ ഒരു 125 ആൻഡ് രോഹിത് ശർമ്മയുടെ ആ ഒരു കിട്ടിലൻ സ്റ്റാർട്ട് എല്ലാം കൂടി കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വലിയ സ്കോറിലോട്ട് എത്താൻ പറ്റിയത്. ആ ഒരു ബിഗ് സ്കോർ കൊടുത്തു തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ശരിക്ക് പ്രഷർ അഫ്ഗാനിസ്ഥാന് ആ ചേസിംഗിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു 170 റൺസിന്റെ ആ ഒരു ബിഗ് വിന്നിന് ഇന്ത്യക്ക് എത്താൻ വേണ്ടി പറ്റിയത്. ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ച സമയത്ത് വൺഡേ ഇന്റർനാഷണലോട്ട് തിരിച്ചെത്തിയിട്ടുള്ള ഇഷാൻ കിഷൻ ഗംഭീര ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ODI ടീം അടിപൊളിയാണ്. ഈ അഫ്ഗാനിസ്ഥാന്റെ കൂടെയുള്ള ഈ ഒരു കളി, ഇതേ ടൈപ്പ് കളി ഇനിയുള്ള സീരീസുകളിലും കളിക്കാൻ പറ്റട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതും.